आदाब प्यारे बच्चों मैं ഉറുദു ഒൻപതാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമാണ് മേ ഉറുദു ഞാൻ ഉറുദുവാണ്. ഹമാരാ വത്തൻ ഹിന്ദുസ്ഥാൻ ജബാനോ കാ ഗഹ്വാര ഹൈ. നമ്മുടെ രാജ്യം ഇന്ത്യ വിവിധ ഭാഷകളുടെ ഉത്ഭവ കേന്ദ്രമാണ്. യഹാ സേക്കടോ ജബാനേ ബോലി ജാത്തി ഹൈ. ഇവിടെ നൂറുകണക്കിന് ഭാഷകൾ സംസാരിക്കുന്നു. ഹർ ജബാൻ കി അപ്നി ഏക് തെഹ്സീബ് ഹൈ. ഓരോ ഭാഷക്കും അതിൻ്റേതായ ഒരു സംസ്കാരമുണ്ട്. ഉർദു ജബാൻ അപ്നി ഖാസ് തഹ്സീബ് കി വജാ സെ അലഗ് പഹ്ചാൻ രഖ്തി ഹൈ. ഉർദു ഭാഷ അതിൻ്റെ പ്രത്യേകമായ സംസ്കാരത്തിൻ്റെ കാരണത്താൽ വേറിട്ടു തന്നെ നിലനിൽക്കുന്നു. ആയിയെ ഹം അപ്നി പ്യാരി ഉർദു കെ ബാരെ മേ ഉസ്കി സബാനി സുൻതേ ഹൈ. വരൂ നമുക്ക് പ്രിയപ്പെട്ട ഉറുദുവിനെക്കുറിച്ച് അതിൻ്റെ ഭാഷയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. उर्दू है मेरा नाम, मैं खुसरो की पहेली, मैं मीर की हमराज हो ഗാലിബ് की സഹേലി. ഉറുദുവിലെ ആദ്യത്തെ ഷായറായിട്ട് പലരും പറയുന്നത് അമീർ ഖുസ്രുവിനെയാണ്. ഉറുദുവിലെ പ്രഗത്ഭരായ ഷായറുകളാണ് മീർ തഖി മീറും മിർസ അസദുല്ല ഖാൻ ഗാലിബും. ഉർദു ഹെ മേരാ നാം, മേ ഖുസ്രു കി പഹേലി. എൻ്റെ പേര് ഉർദുവാണ്, ഞാൻ ഖുസ്രുവിൻ്റെ പഹേലിയാണ്. മീർ കി ഹംറാസാൻ, ഗാലിബിൻ്റെ സഹേലിയാണ്, കൂട്ടുകാരിയാണ്. മേ ഉർദു ഹോ, ഞാൻ ഉർദുവാണ്. ജന്മ സേ മേ ഹിന്ദുസ്ഥാനി ഹും, ജന്മം കൊണ്ട് ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്. മേരി പൈദായിഷ് ഡൽഹി और उसके आसपास हुई. എൻ്റെ ജനനം ഡൽഹിയും ഡൽഹിയുടെ പരിസരങ്ങളിലുമാണ്. മേരി പർവരിഷ് മേ ഫാർസി, തുർക്കി, അറബി, ഹിന്ദി ജൈസി ജബാനോ. എൻ്റെ പർവരിഷിൽ, എൻ്റെ ജനനത്തിൽ ഫാർസിയും തുർക്കിയും അറബിയും ഹിന്ദിയും അതുപോലെയുള്ള ഭാഷകളും और ब्रजभाഷ खड़ी बोली जैसी बोलियों का भी हाथ है. ബ്രജഭാഷയും ഖടി ബോലിയും പോലെയുള്ള സംസാര ഭാഷകളുടെയും കൈകളുണ്ട്. मैं मोहब्बत और कौमी यकजहती की ज़बान हो. ഞാൻ സ്നേഹത്തിൻ്റെയും ദേശീയ ഐക്യത്തിൻ്റെയും ഭാഷയാണ്. कश्मीर से लेकर कन्याकुमारी तक के लोगों ने मुझे गले लगाया. കശ്മീർ മുതൽ കന്യാകുമാരി വരെ നിലനിൽക്കുന്ന എല്ലാ ആളുകളും എന്നെ ആലിംഗനം ചെയ്തു, എന്നെ ചേർത്തു പിടിച്ചു. നാനക് और ചിശ്തി ने मुझ पर मोहब्बत के गीत गाए. നാനക്കിനെ പോലെ ചിശ്തിയെ പോലെയുള്ളവർ എന്നെക്കുറിച്ച്, എൻ്റെ സ്നേഹത്തെക്കുറിച്ച് പാട്ടുകൾ ഇങ്ങനെ ആലപിച്ചു. ലോകോനെ മുझे ഹിന്ദി, ഹിന്ദുവി, ഹിന്ദുസ്ഥാനി, രേഖ്ത और ദഖനി കെ നാമോ സെ പുക്കാര. ആളുകൾ എന്നെ ഹിന്ദി എന്നും ഹിന്ദുവി എന്നും ഹിന്ദുസ്ഥാനി എന്നും രേഖ്ത എന്നും ദഖനി എന്നും തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പേരുകളിൽ എന്നെ വിളിച്ചു. മേ അമീർ ഖുസ്രു കി പഹേലി और കുലി കുതുബ് ഷാ കി ദുലാരി ഹും. ഞാൻ അമീർ ഖുസ്രുവിൻ്റെ പഹേലിയും കുലി കുതുബ് ഷയുടെ ദുലാരിയുമാണ്. അമീർ ഖുസ്രു കി പഹേലി, ഞാൻ അമീർ ഖുസ്രുവിൻ്റെ കടങ്കഥയും और കുലി കുതുബ് ഷാ കി ദുലാരിയും കുലി കുതുബ് ഷയുടെ പ്രിയപ്പെട്ടവളുമാണ്. गालिब, मीर और इकबाल ने मेरी शायरी को सारी दुनिया में फैलाया.
ഗാലിബിനെപ്പോലെ, മീറിനെപ്പോലെ, ഇഖ്ബാലിനെപ്പോലെയുള്ളവർ എൻ്റെ കവിതയെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ഇഖ്ബാലിനെ യൂ കഹാ ഹേ, സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാ ഹമാരാ, ഹം ബുൽബുലേ ഹെ ഉസ്കി യേ ഗുൽസിതാ ഹമാരാ. मैंने देश की आज़ादी की लड़ाई में हिस्सा लिया. ഉറുദു എന്ന ഞാൻ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സമരത്തിൽ പങ്കെടുത്തു. മേരെ കൈ ഷായർ, എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് കവികൾ, അദീബ്, സാഹിത്യകാരന്മാർ, और സഹാഫി ജേർണലിസ്റ്റുകൾ, മുജാഹിദീനെ ആസാദി ഹേ, സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. രാംപ്രസാദ് ബിസ്മിൽ, अशफाकुल्ला खान, चंद्रशेखर आज़ाद वगैरह ने वतन के लिए अपनी क़ुर्बानियाँ पेश की. രാംപ്രസാദ് ബിസ്മിലിനെ പോലെ, അഷ്ഫാഖുല്ലാ ഖാനെ പോലെ, ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചു. ബിസ്മിൽ ക മഷൂർ ഷേർ ഹെ, ബിസ്മിലിൻ്റെ മഷൂർ ഷേറാൻ. सरफरोश की तमन्ना अब हमारे दिल में है, देखना है ज़ोर कितना बाज़ुए क़ातिल में है. हसरत मोहानी ने इंकलाब जिंदाबाद का नारा लगाकर मुझे सारी दुनिया में मशहूर कर दिया. सैयद फज़लुल हसन हसरत मोहानी इंकलाब जिंदाबाद എന്ന മുദ്രാവാക്യം സാരി ദുനിയ में मशहूर कर दिया. ഈ മുദ്രാവാക്യം എഴുതിയിട്ട് നൽകിയിട്ട് എന്നെ ലോകം മുഴുവൻ പ്രശസ്തനാക്കി മാറ്റി. ഫിൽമി ദുനിയാനെ മുझे സീനേ സെ ലഗായ, ഫിൽമി വേൾഡും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഫിൽമി ഗീതോം और മുഖാലിമോ ने मेरी शोहरत बढ़ाई. ഫിൽമി ഗീതങ്ങളും ഫിലിമിലെ ഡയലോഗുകളും സംഭാഷണങ്ങളും എൻ്റെ പ്രശസ്തിയെ വർദ്ധിപ്പിച്ചു. साहिर लुधियानवी, शकील बदायूनी, मजरूह सुल्तानपुरी, हसरत जयपुरी और जावेद अख्तर के लिखे गीत, मोहम्मद रफ़ी और लता मंगेशकर जैसे गुलकारों की आवाज़ में आज भी लोगों के कानों में गूंजते हैं. സാഹിർ ലുധിയാനവിയെ പോലെയുള്ള, ഷക്കീൽ ബദായൂനിയെ പോലെയുള്ള, മജ്റൂഹ് സുൽത്താൻപൂരിയെ പോലെയുള്ള, ഹസ്രത് ജയ്പൂരിയെ പോലെയുള്ള, ജാവേദ് അഖ്തറിനെ പോലെയുള്ളവർ എഴുതപ്പെട്ട ഗീതങ്ങൾ, മുഹമ്മദ് റഫിയും ലതാ മങ്കേഷ്കറിനെ പോലെയുള്ള ഗായകർ, അവരുടെ ശബ്ദം ഇന്നും ലോകത്തിലെ വിവിധയാളുകളുടെ കാനുകളിൽ, ചെവികളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രേംചന്ദ് के अफसाने और इम्तियाज़ अली ताज के ड्रामों ने अदब में मेरा नाम बुलंद किया. പ്രേംചന്ദിൻ്റെ ഷോർട്ട് സ്റ്റോറികളും ഇംതിയാസ് അലി താജിൻ്റെ നാടകങ്ങളും സാഹിത്യത്തിൽ എൻ്റെ പേരിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ആജ് मैं किसी भी ज़बान से मुकाबला कर सकती हूँ. ഇന്ന് എനിക്ക് ഏതൊരു ഭാഷയോടും മത്സരിക്കാൻ സാധ്യമാകും. ആജ്കൽ മെരി ഗസലോं के ചർച്ച സാരി ദുനിയാ മേ ഹെ. ഇന്നത്തെ കാലത്ത് എൻ്റെ ഗസലുകളെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാ ലോകത്തും നിലനിൽക്കുന്നുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു. ഗുലാം അലി, മെഹദി ഹസൻ, ജഗ്ജീത് സിംഗ് ഹരിഹരൻ और डॉक्टर राधिका चोपड़ा वगैरह मेरी प्यारी ഗസലേം സുനാത്തെ രഹത്തെ ഹെ. ഇതുപോലെയുള്ള ആളുകൾ എൻ്റെ ഗസലുകളെ കേൾപ്പിക്കുന്നവരാണ്. ദില്ലി കി ഗലിയോ മേ ഫൽ ഭട്കർ മേ ആജ് ആലമി സബാൻ ബൻ ഗയി ഹോ. ദില്ലിയുടെ തെരുവോരങ്ങളിൽ നിന്നും ഉയർന്നുയർന്ന് ഞാൻ ലോകഭാഷയായി മാറിയിരിക്കുന്നു. अमेरिका, लंदन, फ्रांस, जापान और अरब ममालिक में मेरे सुनने और समझने वाले मौजूद है. മക്കളെ, അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലും ജപ്പാനിലും അറബ് രാഷ്ട്രങ്ങളിലും എന്നെ കേൾക്കുന്നവരും എന്നെ മനസ്സിലാക്കുന്നവരും ഇന്ന് നിലവിലുണ്ട്.
उर्दू है जिसका नाम हमें जानते हैं दा, सारे जहां में धूम हमारी ज़बां की है। शुक्रिया, खुदा हाफिज़।